ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം ഇന്നൊരു ഈവനിങ് സ്റ്റഡി വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ആവാറായപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊക്കെ വന്നത്. അപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് അതൊരു ഈവനിങ് സ്റ്റഡി വ്ളോഗായിട്ട് അത് കൂട്ടിയിട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് 3 മണിക്ക് സോളജീൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, സൈലത്തിൽ ലൈവ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു 2:30-2:45 ഞാൻ ജസ്റ്റ് ഒന്ന് പഠിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഏതൊക്കെ ചാപ്റ്റർ ബോട്ടണിയിലും സോളജിയിലും കംപ്ലീറ്റ് ആക്കി അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ വീട് പണി അടക്കില്ല, അപ്പോൾ ജസ്റ്റ് ടൈലൊക്കെ എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് എനിക്ക് അവിടുത്തെ കാക്കൊരു ഡയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കി. ഞാൻ ഇന്നലെ മിനിയാന്നിട്ട് കൊടുന്ന് വെച്ചത്, പക്ഷേ അത് ഓപ്പൺ ആക്കാനൊന്നും ടൈം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അന്നെടുത്ത് നോക്കി, അങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മറിച്ചപ്പോൾ നമ്മൾ ഡീറ്റെയിൽസൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഭയങ്കര ക്രേസാണ്. പിന്നെ ഇങ്ങനെ നെസ്റ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഓരോന്ന് എഴുതി വരുമ്പോൾ, പിന്നെ പണ്ടൊക്കെ ഡയറി കിട്ടുമ്പോൾ ഫുള്ള് ആരൊക്കെ എന്താ പറയുക ബർത്ത്ഡേ ഉണ്ടാവും ഇവിടെയൊക്കെ എഴുതി വെക്കായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പേജിൽ എന്ത് എഴുതാൻ തോന്നി, അപ്പോൾ ഏതൊക്കെ ഞാൻ മറ്റേ ചെറിയ നോട്ടിൽ എഴുതിയാൽ തന്നെ ഈ ഡയറിയിൽ എടുത്ത് എഴുതിയിട്ടോ. ഫുൾ ചാപ്റ്റേഴ്സ് ബോട്ടണിയിൽ സോളജിൻ്റെ ഫുൾ ചാപ്റ്റേഴ്സ് എഴുതി. എന്നിട്ട് ഏതൊക്കെ കംപ്ലീറ്റ് ആയി എന്നുള്ളത് റെഡ് മാർക്ക് ചെയ്തിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ പിന്നെ സോളജി ചാപ്റ്റേഴ്സ് എഴുതി വന്നപ്പോൾ എനിക്ക് ഡൗട്ടായി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്. സോളജിയിൽ 10 ചാപ്റ്റേഴ്സും ബോട്ടണിയിൽ 9 ചാപ്റ്റേഴ്സും ആണുള്ളത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 o'clockനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തു. മനോജ് സാറായിരുന്നു അന്ന് ക്ലാസ് എടുത്തിരുന്നത്. സോളജി 3 ചാപ്റ്റേഴ്സായിരുന്നു കവർ ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു സംഭവം കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കാം, കുറേ പേർക്ക് അറിയുന്നില്ലായിരിക്കാം. ഈ HSS ലൈവിൻ്റെ ഒരു സംഭവം, അത് 10, 11, 12 ക്ലാസ്സുകൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സ്, ക്വസ്റ്റ്യൻ ബാങ്ക് അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ക്ലാസ്സിലേക്ക് കുറച്ചിങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിതിൽ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസും നോട്ട്സും ഒക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് നോട്ട്സ് വേണ്ടത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് മീൻസ് ഇതിൽ നോക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇപ്പോൾ ഞാൻ സുവോളജീൻ്റെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചസ് ഗ്യാസസ് എന്നുള്ളൊരു നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു PDF ജസ്റ്റ് ഒന്നിങ്ങനെ ഡൗൺലോഡായി വന്നിട്ട് അതിൻ്റെ നോട്ട്സും അതിൻ്റെ കൂടെ തന്നെ താഴെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ഒരു ലിങ്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ പോയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവർ അറിയുന്നുണ്ടെങ്കിൽ പറയാം, പിന്നെ അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലാണ് കേട്ടോ. എക്സ്പ്രസ് റിവിഷനാണ്. അപ്പോൾ സോളജിയിലെ 3 ചാപ്റ്റേഴ്സാണ് എടുക്കുന്നത്. ബയോമോളിക്യൂള്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഓഫ് ഗ്യാസസും പിന്നെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ആ ചാപ്റ്ററാണ്. പിന്നെ ഒരു 4:45 3 o'clock തുടങ്ങിയിട്ടൊരു 4:45 ആയപ്പോൾ സാർ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പിന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ നന്നായി ക്ലിയറായി കവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചാപ്റ്റർ ഏകദേശമൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 15 minutes ബോട്ടണിയിലെ ഫോട്ടോസിന്തസിസ് എന്നുള്ള ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ ഞാനിപ്പോൾ കുറേ ക്ലാസ് കണ്ടു. പിന്നെ ഇപ്പോൾ ടാബിൽ ചാർജും കഴിയാനായിരിക്കണം. ഇപ്പോൾ ഒരു 50 minutes കൂടി ഒരു ഫോട്ടോസിന്തസിസ് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 5 മണി 5-7 ഒക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ക്ലാസ് നിർത്തി. അങ്ങനെ ടാബൊക്കെ ചാർജിലിട്ടു. അങ്ങനെ പിന്നെ മേലെ അലക്കിയതുണ്ടായിരുന്നു കേട്ടോ, ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഫ്ലാറ്റിലാണല്ലോ, കാരണം വീട് പണി നടക്കുന്നതാണ്, റിനോവേഷൻ വർക്ക് നടക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെയാണ്. അപ്പോൾ മേലെ നല്ല കാറ്റും പിന്നെ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ വ്യൂസൊക്കെ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ചൂടായതുകൊണ്ട് മേലെ നിൽക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓരോ കോപ്രായത്തങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കെ കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാക്കിൽ പല്ലും പിന്നെ ഇപ്പുറത്തൊരു വേറെ പുതിയ ഫ്ലാറ്റ് വരുന്നുണ്ട്. പിന്നെ അവിടെ സൈഡിലായിട്ടൊരു ചെറിയ കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അലക്കിയതെടുക്കാൻ നിന്നു. പിന്നെ ഞാൻ ഒരു കൈയായിട്ട് വീഡിയോ എടുക്കലും ഒരു കൈയായിട്ട് അലക്കിയതെടുക്കലും ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കാണിച്ചതിന് ശേഷം അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് ഞാൻ താഴത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾക്ക് വലിയ ഗ്രൗണ്ടാണ്. അവിടെ പിന്നെ ഒരു 4 മണി ആ ടൈം മുതൽ കുട്ടികൾ കളിക്കാൻ ഇറങ്ങും കേട്ടോ. സ്കൂളില്ലാത്തൊരു ദിവസം ആയതുകൊണ്ട്, സ്കൂളിട്ട് വന്നാലും പിന്നെ സ്കൂളില്ലാത്ത ദിവസം കുറച്ച്
നേരത്തെ ഇറങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന് ശേഷം മുത്താപ്പ ഊട്ടിയിൽ പോയി വരുമ്പം നമ്മൾ കോക്കനട്ട് ബർഫി തന്നെ നമ്മൾ തേങ്ങാ ബർഫി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ വൈകുന്നേരം സമയത്ത് ചൂടായതുകൊണ്ട് ചായയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുടിക്കാൻ തോന്നില്ല, കടികളൊന്നും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തിന്നുകൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലും ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, നമ്മളെല്ലാം ലെമൺ വാട്ടർ അത് കുടിക്കും. അങ്ങനെ അതൊക്കെ തിന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഊട്ടി വർക്കി, അതായത് ഊട്ടി ബർഫി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി തിന്നതിന് ശേഷം അന്നത്തെ ഈവനിങ് അങ്ങോട്ട് കലാശക്കൊട്ടടിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ രാത്രിയാണ് പഠിക്കാനിരിക്കുന്നത്. അന്നത്തെ ആ ഒരു സ്റ്റഡി സെഷനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് തീർത്തതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ എന്നെയുമായി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.